ഹായ്, ഹലോ ഓൾ. അപ്പം നമ്മൾ CSIR നെറ്റ് ഡിസംബർ 2025 ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ പേഴ്സണലി നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും ചെയ്യാം, എങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാമെന്നുള്ള ഒരു ഗൈഡൻസ് വീഡിയോ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പം എൻ്റെയർ പ്രോസസ്സും ഓൺലൈൻ വഴിയാണ്. ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിലൂടെയാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. പിന്നെ ഇത് നമ്മൾ കുറച്ച് ഡേറ്റുകളും കാര്യങ്ങളുമാണ്. ഇതൊന്ന് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അതായത് സെപ്റ്റംബർ 25-നാണ് നമ്മൾ എന്താണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഒക്ടോബർ 24 വരെ ഉണ്ട്. അപ്പം ഒക്ടോബർ 24 വരെ നമുക്ക് എന്താണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇനി പേയ്മെൻറ്റ് നമുക്ക് ഒക്ടോബർ 25 വരെ ടൈമുണ്ട്. അപ്പം അതിനുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പം ലാസ്റ്റ് ഡേറ്റ് ആകുന്നവരെ കാത്തു നിൽക്കാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. കാരണം ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും സൈറ്റ് ബിസി ആവാനും പിന്നീട് നമുക്ക് കിട്ടാതെ വരാനും അപ്പം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. സോ നേരത്തെ തന്നെ എല്ലാവരും ചെയ്യുക. ഇനി നമ്മൾ ചെയ്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒക്ടോബർ 27 മുതൽ ഒക്ടോബർ 29 വരെ എന്താണ് നമുക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആണ്. അപ്പം നമുക്ക് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് അത് കറക്റ്റ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനുശേഷമാണ് ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ സ്കാൻഡ് ഫോട്ടോഗ്രാഫ്, ഫസ്റ്റ് വൺ നമ്മുടെ ഒരു സ്കാൻഡ് ഫോട്ടോഗ്രാഫ് വേണം. അത് JPG ഫോർമാറ്റിലോ അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലോ വേണം. സൈസ് 10 KB മുതൽ 200 KBക്കുള്ളിൽ വേണം സൈസ് നിൽക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്കാൻഡ് സിഗ്നേച്ചർ വേണം നമ്മളുടേത്. അതൊരു ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട്. അതും JPG ഫോർമാറ്റിലോ JPEG ഫോർമാറ്റിലോ ആണ് വേണ്ടത്. സൈസും സെയിം ആണ്. 10 KB മുതൽ 10 KB ടു 50 KB ആണ് നമ്മുടെ സൈസ് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളി അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ട്. SC ST OBC NCL EWSC കാറ്റഗറി ഒക്കെ ആണെങ്കിൽ നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ സൈസ് 50 KB മുതൽ 300 KB ആണ്. ഇനി നമ്മുടെ അതില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്കൊരു 3-4 ദിവസത്തിനുള്ളിൽ എന്താണ് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഇനി PWD സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലിക്കബിൾ ആണെങ്കിൽ അത് PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ സൈസ് 50 KB മുതൽ 300 KB ആണ്. ഇനി നമ്മുടെ MSc കഴിഞ്ഞവരാണ്, നമ്മുടെ റിസൾട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ MSc പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനൊക്കെയാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൽ അതായത് പുറകെ വരും, കാണിച്ചു തരാം. അപ്പോൾ അതിൽ പേജ് നമ്പർ 68 എന്താണ് ഒരു ഫോം ഉണ്ട്. ആ ഫോം ഡൗൺലോഡ് ചെയ്യുക. അത് ഫില്ല് ചെയ്ത് നമ്മുടെ കോളേജിൽ അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് അത് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഇതിന് എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരൻറ്റിൻ്റെ നെയിമും നമ്മുടെ സ്വന്തം നെയിമും ഒക്കെ കൊടുക്കേണ്ടത് നമ്മുടെ 10th സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെയാണ്. ഇനി അക്കാഡമിക്കൽ ഡീറ്റെയിൽസ് വരുമ്പോൾ നമ്മുടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ഡീറ്റെയിൽസും യൂണിവേഴ്സിറ്റി ഏതാണ്, പാസിംഗ് ഇയർ ഏതാണ്, പെർസെൻറ്റേജ് എത്രയാണ് കിട്ടിയതെന്നുള്ളതൊക്കെ നമ്മൾ കൊടുക്കണം. പിന്നെ അഡ്രസ്സ് ആൻഡ് കോൺടാക്റ്റിൽ നമ്മളുടെ അഡ്രസ്സ്, മെയിലിംഗ് അഡ്രസ്സും അതുപോലെ തന്നെ പിൻകോഡും ഒക്കെ കറക്റ്റായി കൊടുക്കുക. പേഴ്സണൽ മൊബൈൽ നമ്പറും വാലിഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ മൊബൈൽ നമ്പറും ഇമെയിൽ ID നമുക്കുണ്ടായിരിക്കണം. ഇനി പേയ്മെൻറ്റ് മെത്തേഡ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ UPI ഡീറ്റെയിൽസ് കൊടുത്തോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം താഴെ തന്നിരിക്കുന്ന ലിങ്ക് വഴി നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴത്തോട്ട് പോകുമ്പോൾ രജിസ്ട്രേഷൻ ഫോർ ജോയിൻറ്റ് CSIR UGC നെറ്റ് ഡിസംബർ 2025 എന്ന് കാണും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സൈറ്റിലേക്ക് പോകും. അവിടെ വരുന്നതാണ് നമ്മൾ അത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആകും. അപ്പോൾ അവിടെ ന്യൂ രജിസ്ട്രേഷൻ, നമ്മൾ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ കൊടുത്ത് നമുക്ക് കയറാവുന്നതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് നമ്മൾ എന്താണ് ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇവിടെ ഡൗൺലോഡ് ഡീറ്റെയിൽ അഡ്വർടൈസ്മെൻറ്റ്, ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന്, അതാണ് ഈ പേജ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഫോം സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ 68ാമത്തെ പേജിൽ എന്തായിരിക്കും ഇങ്ങനെ ഇത് കാണും. ഈ ഫോമാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്.
അവർ ഈ ഫോം എന്താണ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് നമ്മൾ കോളേജിൽ അറ്റസ്റ്റ് ചെയ്യിച്ച് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് നമ്മൾ ഓരോന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം എന്താണ് നമ്മൾ അതിൽ ഡിക്ലറേഷൻ ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് രജിസ്ട്രേഷൻ ഫോം. നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ പേരും ഗാർഡിയൻ്റെ പേരും പ്രത്യേകം ശ്രദ്ധിക്കുക. 10th സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്താണ് പിന്നീട് കൺഫേം ചെയ്യുക. ഇവിടെ കൊടുത്ത ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കൺഫേം ചെയ്ത് കൊടുക്കുക. നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക, പ്രസൻറ്റ് അഡ്രസ്സും കൊടുക്കുക. നമ്മുടെ അഡ്രസ്സൊക്കെ എന്താണ് കൊടുക്കുക, നമ്മുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ മെയിൽ ഐ ഡിയും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അതായത് നമ്മുടെ മെയിൽ ഐ ഡി ഫോൺ നമ്പറും ഒക്കെ കൊടുക്കുക. അവിടെ ഒരു ക്യാപ്ച വരും. നമ്മൾ ആ ക്യാപ്ച അല്ലെങ്കിൽ ഓപ്ഷണൽ കോണ്ടാക്ട് നമ്പർ ഫാദറിൻ്റെയോ മദറിൻ്റെയോ ഒക്കെ എന്താണ് ഓപ്ഷണൽ കോണ്ടാക്ട് നമ്പറായിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിന് ക്രൈറ്റീരിയാസ് കാണും, അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്താണ് ഓപ്ഷൻസ് കാണും. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ചൂസ് ചെയ്യുന്നത് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ എന്നാണെങ്കിൽ ആ കളർ എന്താണെന്നുള്ളത് ഇവിടെ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു ക്യാപ്ച കാണാം, ആ ക്യാപ്ച കൊടുത്തിട്ട് നമ്മൾ എന്താണ് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് രജിസ്ട്രേഷൻ ഫോമിൽ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം എന്താണ് നമുക്ക് ഇവിടെ എന്താണ് വന്നിട്ടുണ്ടാവും. ആ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം താഴെ ഇങ്ങനൊരു ടിക്ക് ചെയ്യാനുള്ള ഒരു പോർഷൻ കാണും. കൈൻഡ്ലി വെരിഫൈ ഓൾ ദ പർട്ടിക്കുലേഴ്സ് ലിസ്റ്റഡ് ബിലോ കെയർഫുള്ളി ആൻഡ് എൻഷുർ യു ഹാവ് ഫിൽഡ് കറക്റ്റ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ കൊടുത്തതെല്ലാം തന്നെ ശരിയാണോ എന്ന് നമ്മൾ ഒന്നും കൂടെ രജിസ്ട്രേഷൻ ഫോമിൽ ഫിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണോ എന്നൊന്നും കൂടെ റീചെക്ക് ചെയ്യുക. അതിനുശേഷം എന്താണ് ഇത് ഓരോന്നും എന്താണ് ടിക്ക് ചെയ്ത് പോവുക. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദർ ഗാർഡിയൻ നെയിം, മദർ ഗാർഡിയൻ നെയിം, ഇതൊക്കെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ആണ്. ഇതൊക്കെ നമ്മൾ ശരിയാണെന്നുള്ള രീതിയിൽ അത് ശരിയാണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എന്താണ് നമ്മൾ ടിക്ക് ചെയ്ത് പോവുക. ഡിക്ലറേഷൻ ഫോം ഉണ്ട്, അതെന്താണ് ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ് നമുക്കിതാ ഇങ്ങനെ ഒരു ഫോം പിന്നീട് വിൻഡോ ഓപ്പൺ ആകും. അവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം. സോ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ അതിലേക്ക് നമ്മളൊരു OTP കൊടുക്കുക. OTP കൊടുക്കുമ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് OTP വരും. അത് കൊടുത്ത് നമ്മൾ എന്താണ് സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്താണ് അടുത്തൊരു വിൻഡോ ഓപ്പൺ ആകുന്നത്. നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ID കാണും, ID വെച്ച് ലോഗിൻ ചെയ്യുക. നമുക്കൊരു രജിസ്ട്രേഷൻ ID ഉണ്ടാവും. IDയും നമ്മുടെ പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പിന്നെ ഓപ്പൺ ആയി വരുന്നത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും. ഇതിൽ നമ്മൾ രജിസ്ട്രേഷൻ ഫോം എന്താണ് കംപ്ലീറ്റ് ചെയ്തു, കണ്ടോ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. ഇനി ചെയ്യാനുള്ളത് ആപ്ലിക്കേഷൻ ആണ്. അത് പെൻഡിങ്ങിൽ കിടക്കുന്നു. ഫീ പേയ്മെന്റ് പെൻഡിങ്ങിൽ കിടക്കുന്നു. പിന്നെ നമ്മുടെ മെയിൽ ID വെരിഫൈ ചെയ്തിട്ടില്ല, അതും എന്താണ് പെൻഡിങ്ങിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താണ് അപ്പം ഓപ്പൺ ആയി വരുന്ന വിൻഡോ ഇങ്ങനെയായിരിക്കും. അതിൽ നമ്മൾ കൊടുക്കേണ്ടത് കോൺടാക്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ഐഡന്റിറ്റി ഡീറ്റെയിൽസ്, APAR ID, എക്സാം ആൻഡ് സെൻറ്റർ ഡീറ്റെയിൽസ്, ക്വസ്റ്റ്യൻ ഡീറ്റെയിൽസ്, അഡീഷണൽ ഡീറ്റെയിൽസ്, ഡോക്യുമെന്റ് അപ്ലോഡ്, ഫൈനൽ സബ്മിറ്റ്. ഇത് ഇത്രയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ കോൺടാക്ട് ഡീറ്റെയിൽസിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. നമ്മളുടെ എന്താണ് നെയിം കൊടുക്കുക, അതൊക്കെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടാവും. ലൊക്കാലിറ്റി കൊടുക്കുക, നമ്മുടെ കൺട്രി ഏതാണ്, ലൊക്കാലിറ്റി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റും പിൻകോഡും മെയിൽ IDയും ഫോൺ നമ്പറും ഓൾട്ടർനേറ്റീവ് നമ്പറുണ്ട്, കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ എന്താണ് കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതും കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ എന്താണ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ എന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ കാൻഡിഡേറ്റ് നെയിം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഇതെല്ലാം കൊടുക്കുക. ഇതിലൊന്നും ഒരു ഡൗട്ടും വേണ്ട. നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്, അത് കേരള, അത് കൊടുക്കുക. കാറ്റഗറി കൊടുക്കുക. പിന്നെ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ളത് കൊടുക്കുക. ഇപ്പം എന്താണ് നമ്മൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, OBC NC ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, SC ST ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. പിന്നെ അതിൽ എന്താണ് കൺഫേം കാറ്റഗറി, അത് ഒന്നും കൂടെ കൺഫേം ചെയ്യുക. ഇനി ശേഷം PWD അങ്ങനെയുള്ളതാണെങ്കിൽ അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ക്യാപ്ച കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക.
ഇനി നമുക്ക് അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ ഐഡന്റിറ്റി ഡീറ്റെയിൽസ് ആണ്. അത് നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാം. അതായത് നമ്മുടെ ഐഡന്റിറ്റി, ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, ആധാർ കൊടുക്കാം, ഡിജിറ്റൽ ലോക്കർ, ID, പാസ്പോർട്ട് നമ്പർ, എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ആധാറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിട്ടുണ്ടെങ്കിൽ ആധാറിന്റെ നമ്പർ. അപ്പം ഇവിടെ ഒരു ഇത് വരും, ഐ വോളണ്ടറി അഗ്രി ടു ഷെയർ മൈ ആധാർ നമ്പർ ആൻഡ് ഐ ആം അവെയർ ദാറ്റ് ഐ വിൽ ബി യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് മൈ ഐഡന്റിറ്റി. അങ്ങനെ ഒരു പോർഷൻ വരും. അത് നമ്മൾ ഇത് ചെയ്യുന്നതിന് ശേഷം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആധാർ നമ്പർ കൊടുക്കാം. ആധാർ അല്ലെങ്കിൽ നമുക്ക് താഴെ പറയുന്ന പോലെ അല്ലെങ്കിൽ മുകളിൽ പറയുന്ന പോലെ വേറെ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി നമ്പർ, ID കാർഡ് നമുക്ക് കൊടുത്ത് ക്യാപ്ചർ ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് നെക്സ്റ്റ് കൊടുക്കാം, സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം പിന്നീട് നമുക്ക് ഡു യു ഹാവ് APAR ID അതുണ്ടെങ്കിൽ മാത്രം എന്താണ് കൊടുക്കുക, യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് പോകാം. ഇനി അടുത്തത് നമ്മൾ എന്താണ് എക്സാം ആൻഡ് എക്സാം സെന്റർ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുക എവിടെയാണെന്നുള്ളത്. അതായത് നമ്മളിപ്പം ഐ വാണ്ട് ടു അപ്ലൈ ഫോർ ദി ജോയിന്റ് CSIR UGC നെറ്റ് ഡിസംബർ ഓൺ ദി ബേസിസ് ഓഫ് എന്തില്ല മാസ്റ്റർ ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ബേസിസിൽ കൊടുക്കുക. പിന്നെ നമ്മൾ എന്താണ് അടുത്തത് സബ്ജക്റ്റ് ഓപ്റ്റ് നമ്മൾ ഏതാണ്, കെമിക്കൽ സയൻസ് ആണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും, അത് നമ്മൾ എന്താണെന്നുള്ളത് കൊടുക്കുക. നമ്മുടെ മീഡിയം എന്തായിരിക്കണം, ഇംഗ്ലീഷ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്, ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കേരള ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. സിറ്റി കേരള തന്നെ സെലക്ട് ചെയ്ത് പോകുക. പിന്നെ നമ്മൾ ഡിസ്ട്രിക്റ്റ്, നമ്മുടെ ഡിസ്ട്രിക്റ്റ് ആദ്യം സെലക്ട് ചെയ്യുക, പിന്നീട് നമ്മുടെ നിയറസ്റ്റ് ഡിസ്ട്രിക്റ്റുകൾ സെലക്ട് ചെയ്ത് പോവുക, അതങ്ങനെ കൊടുക്കുക. പിന്നെ നമ്മുടെ ഫാദറിന്റെ മദറിന്റെ ഒക്യുപ്പേഷനും ക്വാളിഫിക്കേഷനും അതെല്ലാം കൊടുത്ത് ക്യാപ്ചർ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് പോവുക. പിന്നീട് വേണ്ടത് നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ് ചെയ്യുക, റിസൾട്ട് അവൈറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, അപ്പിയറിംഗ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അപ്പം നമ്മൾ നമ്മുടെ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ലാസ്റ്റ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് സമയത്ത് സബ്മിറ്റ് ചെയ്താൽ മതി. ഇയർ ഓഫ് പാസിങ്, ക്വാളിഫിക്കേഷൻ, എക്സാമിനേഷന് അതൊക്കെ അതെല്ലാം കൊടുക്കുക, ഏതാണ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ കണ്ടില്ലേ നമ്മൾ MSc ഇക്വലന്റ്, MSc കഴിഞ്ഞവരാണെങ്കിൽ MSc ഇക്വലന്റ് കൊടുക്കുക. പിന്നെന്താണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ ഫ്രം ഇന്ത്യ, പിന്നെ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് കൊടുക്കുക, നമ്മുടെ യൂണിവേഴ്സിറ്റി കൊടുക്കുക, പെർസെൻറ്റേജിലാണ് മാർക്കെങ്കിൽ പെർസെൻറ്റേജ് കൊടുക്കുക, ഒബ്റ്റൈൻഡ് മാർക്ക് എന്നുള്ളത് കൊടുക്കുക. അതെല്ലാം കൊടുത്ത് ക്യാപ്ചർ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഉള്ളത് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ MPhil കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ MPhil അല്ലെങ്കിൽ അതിന് അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. PhDക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനി ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉണ്ട് നമ്മുടെ സബ്ജക്റ്റിനുണ്ടെങ്കിൽ അത് കൊടുക്കുക. നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എന്തെങ്കിലും റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. എക്സ് സർവീസ് മാൻ ആണെങ്കിൽ അത് yes or no കൊടുത്ത് പോവുക, ക്യാപ്ചർ കൊടുത്ത് സേവ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ എന്താണ് MPhil കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് കൊടുക്കേണ്ടത്. പിന്നെ അഡീഷണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫും അതുപോലെ സിഗ്നേച്ചറും, പിന്നെ നമ്മൾ എന്തെങ്കിലും EWC അല്ലെങ്കിൽ SC/ST കാറ്റഗറി ആണ്, OBC NCL ആണ് എങ്കിൽ അതും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഓപ്ഷനും കാണും. അപ്പോൾ അത് നമ്മൾ എന്താണ് PDF ഫോർമാറ്റിൽ പറഞ്ഞ സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലാസ്റ്റ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് റിവ്യൂ പേജ് വരും. ആ റിവ്യൂ പേജ് നോക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ നമ്മൾ ഫൈനൽ സബ്മിഷൻ മുമ്പായിട്ടുള്ള നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം നോക്കി അത് ശരിയാണോ എന്നുള്ളത് നോക്കി എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു വിൻഡോ വരും. ആ വിൻഡോയിൽ നമ്മളെല്ലാം വെരിഫൈ ചെയ്യുക. എല്ലാം ശരിയാണെങ്കിൽ അതെല്ലാം ശരിയാണെന്ന് കൊടുത്തിട്ട് ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ എല്ലാം എന്താണ് നമ്മുടെ ഹോം പേജിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ആപ്ലിക്കേഷൻ ഫോം എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി ഫീ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ പെൻഡിങ്. അതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ഇമെയിൽ ID വെരിഫൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമെയിൽ ID വെരിഫൈ ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് മെയിൽ IDയിലേക്ക് ഒരു നമ്മുടെ ക്യാപ്ചർ കൊടുത്തിട്ട് സബ്മിറ്റ് ആൻഡ് ഗെറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് OTP കിട്ടും. അങ്ങനെ നമുക്ക് എന്താണ് നമ്മളുടെ OTP ഇതിൽ അടുത്ത വിൻഡോയിൽ OTP കൊടുക്കുക, വെരിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ് മെയിൽ ID എന്താണ് വെരിഫൈ ചെയ്ത് സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് കാണിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫീ പേയ്മെന്റ് ആണ്. ഫീ പേയ്മെന്റ് നമുക്ക് എന്താണ് എക്സാമിനേഷൻ ഫീ എന്നുള്ള രീതിയിൽ കൊടുത്ത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ നമ്മൾ പ്രൊസീഡ് ഫോർ പേയ്മെന്റ് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ ഏത് പേയ്മെന്റ് ആണോ സ്വീകരിക്കുന്നത് ആ രീതിയിൽ കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് ആ രീതിയിൽ SBI ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആണ് UPI ആണെങ്കിൽ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം പ്രൊസീഡ് പേയ്മെന്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പേയ്മെന്റ് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം എന്താണ് വരും. ഇത് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തതെല്ലാം നമുക്ക് എന്താണ് ഇങ്ങനെ കാണാൻ പറ്റും. സോ നമ്മൾ അത്